ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. അടുത്ത വേൾഡ് കപ്പിന് ഇതിനോടകം തന്നെ ബ്രസീൽ യോഗ്യത ഉറപ്പാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ 2 വേൾഡ് കപ്പ് യോഗ്യതാ മത്സരങ്ങൾ കൂടിയാണ് വരുന്ന ഇന്റർനാഷണൽ ബ്രേക്കിൽ ബ്രസീലിനെ കാത്തിരിക്കുന്നത്. അതിനുവേണ്ടിയുള്ള സ്ക്വാഡ് പരിശീലകനായ കാർലോ ആഞ്ചലോട്ടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ചെറിയ പരിക്കിൻ്റെ പ്രശ്നങ്ങൾ ഉള്ള നെയ്മർ ജൂനിയർ ടീമിൽ നിന്നും പുറത്തായി എന്നുള്ളത് ആരാധകരെ സംബന്ധിച്ചിടത്തോളം നിരാശ നൽകുന്ന ഒരു കാര്യമാണ്. ഏതായാലും ബ്രസീലിൻ്റെ ഒരുക്കങ്ങൾ എങ്ങനെയൊക്കെയാണ് അത് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അതായത് വരുന്ന 1-ാം തീയതി അഥവാ തിങ്കളാഴ്ചയാണ് ആഞ്ചലോട്ടിയുടെ സ്ക്വാഡ് ഒരുമിച്ച് കൂടുക. ഗ്രാഞ്ച കോമറയിൽ വെച്ചുകൊണ്ടാണ് ട്രെയിനിങ് നടത്തുക. ആദ്യത്തെ മത്സരത്തിന് മുന്നേ 3 ട്രെയിനിങ് സെഷനുകൾ കാർലോ ആഞ്ചലോട്ടിക്ക് കീഴിൽ ബ്രസീൽ പൂർത്തിയാക്കും. അതായത് സെപ്റ്റംബർ 5-ാം തീയതി ഇന്ത്യൻ സമയം രാവിലെ 6 മണിക്കാണ് ബ്രസീലും ചിലിയും തമ്മിൽ ഏറ്റുമുട്ടുക. അത് ബ്രസീലിൻ്റെ മൈതാനമായ മാരക്കാന സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ടാണ് നടക്കുക. അതിനു മുന്നേ 3 ട്രെയിനിങ് സെഷനുകൾ ബ്രസീൽ പൂർത്തിയാക്കും. പിന്നീട് സെപ്റ്റംബർ 10-ാം തീയതി ബൊളീവിയക്കെതിരെയാണ് ബ്രസീൽ കളിക്കുക. അത് ബൊളീവിയയുടെ മൈതാനത്ത് വെച്ചുകൊണ്ടാണ് നടക്കുക. അതായത് ബുധനാഴ്ച പുലർച്ചെ ഇന്ത്യൻ സമയം 5 മണിക്കാണ് ഈ മത്സരം നടക്കുക. ചിലിക്കെതിരെയുള്ള മത്സരത്തിന് ശേഷം ട്രെയിനിങ് സെന്ററിൽ അഥവാ ഗ്രാഞ്ച കോമറയിൽ ബ്രസീൽ ടീം തിരിച്ചെത്തും. അതിനുശേഷം 4 ട്രെയിനിങ് സെഷനുകൾ കൂടി അവർ പൂർത്തിയാക്കും. അതിനുശേഷമാണ് ബൊളീവിയയെ നേരിടുക. ബൊളീവിയയുടെ മൈതാനത്ത് വെച്ചുകൊണ്ടാണ് ഈ ഒരു മത്സരം ബ്രസീൽ കളിക്കുക. ഇങ്ങനെയാണ് ബ്രസീലിൻ്റെ ഒരുക്കങ്ങൾ വരുന്നത്. ഇനി ബ്രസീലിൻ്റെ ഒരു പോസിബിൾ ലൈനപ്പ് എങ്ങനെയാവും അത് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഇത് കേവലം സാധ്യതകൾ മാത്രമാണ്. ഗോൾ കീപ്പർ ആയിക്കൊണ്ട് ആലിസൺ ബക്കർ തന്നെ ആയിരിക്കും. ഇനി പ്രതിരോധ നിരയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ സെൻട്രൽ ബാക്കുമാരായിക്കൊണ്ട് അലക്സാൻഡ്രോ അതുപോലെ തന്നെ മാർക്കിഞ്ഞോസ് എന്നിവരായിരിക്കും ഉണ്ടാവുക. അതേസമയം ഗബ്രിയേൽ മഗല്ലസ് ഇപ്പോൾ തിരിച്ചെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി വിങ് ബാക്കുമാരായിക്കൊണ്ട് കയോ ഹെൻറിക്കയ്ക്ക് നറുക്ക് വീഴാൻ സാധ്യതയുണ്ട്. ഇനി അതല്ല അലക്സാൻഡ്രോയെ തന്നെ ഉപയോഗപ്പെടുത്തുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. മറുഭാഗത്ത് വാൻഡേഴ്സൺ ഉണ്ടാകും. മധ്യനിരയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ബ്രൂണോ ഗൊയ്മറസും കാസിമിറോയും അവിടെ ഉണ്ടാകും. ലുക്കാസ് പക്കറ്റയൊക്കെ വേണമെങ്കിൽ ഉപയോഗപ്പെടുത്താം. ഇനി മുന്നേറ്റ നിരയിൽ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ റോളിൽ വേണമെങ്കിൽ ജാവോ പെഡ്രോയെ കാർലോ ആഞ്ചലോട്ടിക്ക് ഉപയോഗപ്പെടുത്താം. മികച്ച പ്രകടനം അദ്ദേഹം നടത്തുന്നുണ്ട്. അതല്ല എങ്കിൽ മാത്യൂസ് കുഞ്ഞയെ ഉപയോഗപ്പെടുത്താം. അതുപോലെ തന്നെ വിങ്ങുകളിൽ റഫീഞ്ഞയുണ്ടാകും, എസ്റ്റബായോ വില്യൻ ഉണ്ടാകും. അതുപോലെ തന്നെ സ്ട്രൈക്കർ പൊസിഷനിൽ കയോ ജോർഹയെ ഉപയോഗപ്പെടുത്താനുള്ള ഒരു ഓപ്ഷൻ ഇപ്പോൾ കാർലോ ആഞ്ചലോട്ടിക്ക് ലഭ്യമാണ്. കാരണം മികച്ച പ്രകടനമാണ് കയോ ജോർഹെ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയാണ് ബ്രസീലിൻ്റെ ഒരു പോസിബിൾ ലൈനപ്പ് വരുന്നത്. ഇത് വെറും കണക്ക് കൂട്ടലുകൾ മാത്രമാണ്. ഇതിൽ നിന്ന് വളരെ വ്യത്യാസങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ ഉണ്ട്. ഏതായാലും നെയ്മർ ജൂനിയർ, റോഡ്രിഗോ, വിനീഷ്യസ് ജൂനിയർ, എഡർ മിലിറ്റാവോ തുടങ്ങിയ സൂപ്പർ താരങ്ങളൊന്നും ഇല്ലാതെയാണ് ബ്രസീൽ ഇത്തവണ വരുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.